இடுக்கி மாவட்டத்தில் மாவட்ட நிர்வாகம் இரவு நேர பயணத்திற்கு தடை விதித்த சம்பவத்தில் எதிர்ப்புடன் கேரள வியாபாரி விவசாய யோகோபன சங்கம் முன்வந்துள்ளது. எந்தவித ஆலோசனையும் நடத்தாமல் மாவட்ட நிர்வாகம் இந்த முடிவை எடுத்துள்ளதாக KVVES தெரிவித்துள்ளது. കഴിഞ്ഞ ദിവസം രാത്രി യാത്ര നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധി ഹൈറേഞ്ചിലെ ടൂറിസം മേഖലയെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യാപാരികളെയും ഓട്ടോറിക്ഷ അടക്കമുള്ള തൊഴിലാളികളെയും ബാധിക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാലവർഷം ആരംഭിച്ചിട്ട് 4 ദിവസമാകുന്നു. അതിനു മുമ്പ് തന്നെ രാത്രി യാത്രാ നിരോധനം കൊണ്ടുവന്നാൽ കാലവർഷം കൂടുതൽ കടുക്കും തോറും ഇത് എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന കാര്യത്തിൽ സംശയിക്കണം. കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തുകൊണ്ട് റിസോർട്ട്, ഹോം സ്റ്റേ അടക്കമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇത് ഗുരുതരമായി ബാധിക്കും. ടൂറിസം മേഖല മൂന്നാർ അല്ലെങ്കിൽ തേക്കടി, വാഗമൺ അടക്കമുള്ള ടൂറിസം മേഖലകളിൽ ടൂറിസത്തിന് വരുന്ന ആളുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അവിടുത്തെ കടകൾ പ്രവർത്തിക്കുന്നത്. അതെല്ലാം വലിയ പ്രതിസന്ധിയിലാകും. അത് മാത്രമല്ല, നമ്മൾ എറണാകുളത്ത് ഒരു നല്ല ചികിത്സാ കേന്ദ്രത്തിൽ പോയി തിരികെ വരുന്നു. ഇവിടുന്ന് രാവിലെ പോയി ട്രാഫിക് ടൈറ്റ് മൂലമോ മറ്റെന്തെങ്കിലും ആശുപത്രി ഡോക്ടറെ കാണാൻ വന്ന ഡിലേ മൂലമോ നേര്യമംഗലം പാലത്തിന്റെ അവിടെ വരുമ്പോഴത്തേനും ഒരു 7 മണി കഴിഞ്ഞാൽ അവരെവിടെ തങ്ങും? അവർക്ക് എങ്ങനെ വീടുകളിലേക്ക് തിരിച്ചെത്താൻ പറ്റും? അവർക്ക് അവിടെ താമസിക്കുന്നതിനാവശ്യമായ സൗകര്യം വല്ലതും ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി കൊടുക്കും. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ വേണ്ടത്ര ആലോചന നടത്തേണ്ട. ഇത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നും പറഞ്ഞ ഒരു യെല്ലോ അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നത് ശരിയല്ല. ഇത് ഇവിടുത്തെ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ചിട്ടുണ്ടോ കളക്ടർ? ഇവിടുത്തെ ഏതെങ്കിലും MLAയുമായോ MP യുമായോ കളക്ടർ കൂടിയാലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ 2-3 MLAമാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരെ അറിഞ്ഞിട്ടില്ല. അവർ ഈ കാര്യത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ജില്ലയിലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഏജൻസികളുമായി പോലും ബന്ധപ്പെടാതെ ഒരു സുപ്രഭാതത്തിൽ ചാടി അങ്ങോട്ട് രാത്രി യാത്രാ നിരോധനം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തോ ചില സംഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതായത് ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ മൊത്തം തകർക്കാൻ പുറത്തുള്ള ചില ഏജൻസികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണോ കളക്ടറുടെ ഈ ഉത്തരവ് എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംശയിക്കുന്നുണ്ട്.